ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ജീവിക്കേണ്ട അനിയാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലപ്പോഴും നമുക്ക് പലയിടത്തും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ഉപയോഗിക്കുന്നുണ്ട്. തിയേറ്ററിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തപ്പോൾ എനിക്ക് എവിടെയൊക്കെ ജഡ്ജ്മെൻറ്റ്, ഇപ്പം വിപിൻ്റെ ആയാലും ഈ പറഞ്ഞ പോലെ ഡയറക്ടറിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ജഡ്ജ്മെൻറ്റ് വളരെ കറക്റ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജോണി സിൻസിനെ അറിഞ്ഞുകൂടാത്തുള്ളത് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പുരുഷന്മാർ കാണുന്നത്. ഈ ഒരു ഹിപ്പോക്രസി ഉണ്ടല്ലോ. എന്നോടൊപ്പം ഒരു സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് ഐഡിയ തോന്നി, അപ്പോൾ തന്നെ പുള്ളി അത് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ വന്ന ഒരു ക്യാരക്ടറാണ്. ഒരു റിസ്ക് ഫാക്ടർ ആണെന്ന് പുള്ളി പറഞ്ഞിരുന്നു ആ ഒരു പോർഷൻ വെച്ചിരിക്കുന്നത്. ലുക്കിൽ എന്നെ കോസ്റ്റ്യൂം ഇട്ട് വരുമ്പോൾ കിട്ടുന്ന കോമഡിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ ആ വേഷം കെട്ടി ജോലി ചെയ്യുന്ന ആൾക്കാരും ലോകത്തുണ്ട്. ഈ കുട്ടികൾക്കിടയിലുള്ള മാനസികമായ പിരിമുറുക്കം അത് ബ്ലാസ്റ്റ് ആവുകയാണ് കുട്ടികൾ. അവർക്ക് ആ സമയത്ത് അവർ അധ്യാപകരോ പാരൻസോ ഒന്നും അവരുടെ മുന്നിലില്ല, അവരങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. സുരേഷ് ഗോപി പഴയ സിനിമകൾ ഡയലോഗ് പറയുന്ന പോലെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതത്ര ഞാനും പുള്ളിയെ കിടപ്പ് ചോദിച്ചേട്ടാ എങ്ങനെ ചേട്ടാ ഇത്രയും ഡയലോഗ് പറഞ്ഞു, എനിക്ക് ഞാനൊരു 4 ഡയലോഗ് ഡബ് ചെയ്യാൻ പെട്ട പ്രയാസം എനിക്കറിയാം. അപ്പോൾ ഈ 4 പേരുടെയും ഒരു പൊട്ടൻഷ്യൽ, അവരുടെ പ്ലസ് മൈനസ്, അവരുടെ ഇമോഷൻസ് എല്ലാം ഇവർക്ക് നല്ലോണം അറിയാം, സവിനും വിപിനും ഒക്കെ. അപ്പോൾ അപ്പോൾ അതിനുശേഷമാണല്ലോ കഥ എഴുതി തുടങ്ങിയതൊക്കെ. അപ്പോൾ എഴുതിയിരിക്കുമ്പോഴൊക്കെ അവർക്ക് അത് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ വാഴ 3 വരുമ്പോൾ അത് പെൺകുട്ടികളുടെ കഥയാണ്. അപ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. അനശ്വര ഉണ്ടായിരിക്കുമോ, മമിത ബൈജു ഉണ്ടായിരിക്കുമോ? വാഴ സിനിമയിലെ ദൈവമാണ് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത്. സിനിമയിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടിയാണ് അല്ലേ ശ്രീനാഥ്? സിനിമയിലെ എക്സിക്യൂട്ടീവ് അല്ല, പ്രൊഡക്ഷൻ ഹൗസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഇപ്പോൾ ഈ സിനിമയിൽ അലൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലായിടത്തും ചേട്ടനെ കാണാമല്ലോ, ചേട്ടൻ ദൈവമാണ് കേട്ടാണ്. ശരിക്കും ആ ഒരു ഡയലോഗിൽ നിന്നാണ് നമ്മൾ പ്രേക്ഷകർക്കും ഒരു സംശയം തോന്നുന്നത്, ഇദ്ദേഹം ദൈവമാണോ മനുഷ്യനാണോ എന്താണെന്നുള്ളൊരു ഡൗട്ടുണ്ടല്ലോ. ശരിക്കും വിപിൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ ഇങ്ങനെ ഒരു ദൈവ സാന്നിധ്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു. കാര്യം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് എൻ്റെ ഒരു ലുക്കിലേക്ക് ഇങ്ങനെ ഒരു ആക്ടർ ജോണി സിൻസുമായിട്ട് റെഫറൻസ് ഉള്ളതുകൊണ്ട് അത് വെച്ചൊരു ഫൺ പരിപാടി ഉണ്ട്. കാര്യം അവർ ആൾറെഡി UK പോകുന്ന സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്താണ് ഇത് എന്നോട് പറയുന്നത്. അപ്പോൾ പുള്ളി എന്നോടൊപ്പം ഒരു സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് ഐഡിയ തോന്നി, അപ്പോൾ തന്നെ പുള്ളി അത് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ വന്ന ഒരു ക്യാരക്ടറാണത്. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞതാണ്, ഇതുപോലെ പുള്ളിയുടെ മൂവീസിനകത്ത് ഇങ്ങനെ പുള്ളി പല റോളിൽ വരുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം നമുക്കിതിനകത്ത് ഇവരവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കഷ്ടപ്പെടുമ്പോൾ അവർ പല ആവശ്യങ്ങൾ വിളിക്കുമ്പോഴും പലപ്പോഴും നീ തന്നെ വരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഒരു കോമഡി ആൾക്കാർക്ക് തോന്നും എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയാവുന്നുള്ളൂ. അപ്പം ഞാൻ അത് പ്രതീക്ഷിച്ചാണ് പോകുന്നതും ചെയ്തതും ഒക്കെ. പക്ഷേ അവിടെ പോയി ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണ് മറ്റ് ഡയലോഗ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്കത് അങ്ങോട്ട് ക്ലിയറായിട്ട് അത് കിട്ടിയില്ല. ഇത് എൻഡ് ഓഫ് ദി ഡേ ഇത് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നതെന്നുള്ളത്. പക്ഷേ ഔട്ട്പുട്ട് വന്നപ്പോഴാണ് ഈ ഡയലോഗിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, വാല്യൂ ഉണ്ട്, അത് ആൾക്കാരുടെ ലൈഫിലേക്ക് അത്രയും കണക്ഷൻ വരുന്നതാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോഴാണ്. പലപ്പോഴും നമ്മളെ ലൈഫിൽ ഒരുപാട് ഈ സ്ട്രഗിൾസിൻ്റെ സമയത്ത് നമ്മൾ ദൈവമേ എന്ന് നമ്മൾ വിളിച്ചു പോകാറുണ്ട്. അപ്പോൾ ശരിക്കും പലരുടെയും ലൈഫിൽ തന്നെ ഇങ്ങനെ ദൈവ സാന്നിധ്യം പോലെ മനുഷ്യൻ്റെ രൂപത്തിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് മുന്നിൽ നിൽക്കും. അതുപോലെയായിരുന്നു അലൻ്റെ മുന്നിൽ ശ്രീനാഥ് വന്ന് നിന്നത്. പല രൂപങ്ങൾ, കാർപ്പൻ്ററായും ഗാർഡനറായും ഇലക്ട്രീഷ്യനായും ഒക്കെ. അപ്പോഴാണ് അലന് അങ്ങനെ ഒരു ഡൗട്ട് തോന്നാൻ കാരണം, ഇദ്ദേഹം ഒരു ദൈവമാണോ എന്ന്. ശരിക്കും ആ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ തന്നെ ഈ മരുന്ന് കൊണ്ടു കൊടുക്കുന്ന ആ ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലും ഏതാണ്ട് ഉറപ്പിച്ചു പോകുന്നത്, ഇദ്ദേഹം ഇനി ദൈവം തന്നെയാണോ എന്ന്. കാരണം പറയല്ലോ, ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അവിടെയാണ് അലനും ഒരു അവയർനെസ് ഉണ്ടാകുന്നത്. ശരിക്കും അവിടെ ഒരു ക്യാരക്ടറിന് ഒരു ക്ലോഷർ കിട്ടുകയാണ്. അതെ, കാര്യം ഈ പറഞ്ഞ പോലെ ഈ ദൈവമാണോ എന്ന് അലൻ അപ്പോഴും വിചാരിക്കുന്നത് ഇയാൾ ദൈവമാണ്. മനുഷ്യന്മാരൊക്കെ ഇതൊന്നും പറ്റില്ല എന്നുള്ള രീതിയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ദൈവമാണോ ചോദിക്കുന്നത്. ദൈവത്തിനെ പറ്റുള്ളൂ ഇങ്ങനെ പല രൂപത്തിൽ വരാനും പല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. അപ്പം അയാൾ അപ്പോഴാണ് തിരിച്ച് പറയുന്നത് ദൈവമൊന്നും അവൻ്റെ കയ്യിലല്ലോ, ഞാൻ ഒരു ജീവിതമേ ഉള്ളൂ, ജീവിക്കണ്ടേ, അതിനുവേണ്ടി പല ജോലികളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവനത് റിയലൈസ് ചെയ്യുന്നത്, ശരിയാണ്, അപ്പോൾ അത് ഒരു ജീവിതമേ ഉള്ളൂ, അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി പലതും ചെയ്യേണ്ടി വരും, നമ്മൾ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ ബന്ധത്തോടുള്ള സ്നേഹങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പുള്ളി ആ ഡയലോഗിൽ നിന്നാണ്. പക്ഷേ എനിക്കത് പേഴ്സണലി എനിക്കത് സിനിമ ചെയ്യുമ്പോൾ അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ കണക്ട് ചെയ്താൽ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെപ്പോഴും ഓക്കെ ഈ പറഞ്ഞ ഒരു ആക്ടർ റെഫറൻസിൽ ഒരു കോമഡിക്ക് വേണ്ടി എന്തോ ചെയ്തുകൊണ്ട് വരുന്നു. എൻ്റെലും ആ ഇമോഷൻ ഡയലോഗ് പറഞ്ഞപ്പോൾ മാത്രം ഓക്കെ എനിക്ക് മനസ്സിലായി അതൊരു എന്തോ ഒരു ഇമോഷൻ ഡയലോഗ് ആണെന്നേ അറിയാമല്ലോ. അതായത് ഇങ്ങനെ ത്രൂ ഔട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ
ഇയാളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന റിയലൈസേഷൻ എന്നിൽ നിന്നാണെന്നൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അറിയില്ലായിരുന്നു. ശരിക്കും സഹോദരനുള്ള ആ പിണക്കം മാറിയത് തന്നെ ശ്രീനാഥിന്റെ ഡയലോഗിൽ നിന്നാണ്. ഇതിന്റെ ആഫ്റ്റർ അതാണെന്ന് നടക്കാൻ പോകുന്നു അതും എനിക്കറിയില്ലായിരുന്നു. ഈ എൻ്റെ ഈ മീറ്റിങ്ങിന് ശേഷം പുള്ളി ഫോൺ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ സിസ്റ്ററിനെ വിളിക്കുന്നതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞാൽ തന്നെയും അതിനകത്ത് ഇത്ര ഇമോഷണലാണ് ഈ കാര്യം പോകുന്നതെന്നും അറിയില്ല. അപ്പോൾ അത് അവരുടെ ഡയറക്ടർ സവിൻ എൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവാണ്. പുള്ളി നമ്മളെ ബ്രില്യൻസ്. അതെ അതെ. അപ്പോൾ താങ്ക്സ് ടു സവിൻ ആൻഡ് വിപിൻ അറ്റ് ദിസ് ടൈം, ബിക്കോസ് അതിനൊരു നല്ലൊരു ക്യാരക്ടർ തന്ന് അതിനൊരു നല്ല ക്ലോഷർ കൊടുത്ത് അതിനെ നമ്മളൊരു ഫണ്ടിന് വേണ്ടി ചെയ്ത് അതൊരു അങ്ങനത്തെ ഒരു വെറും ഫണ്ണാക്കി മാറ്റാതെ കുറച്ച് ഇമ്പോർട്ടൻസ് ആ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന രീതിയിൽ അത് പ്ലേസ് ചെയ്തതിൻ്റെ ഒരു ക്രെഡിറ്റ് മുഴുവൻ റൈറ്റർ വിപിനും ഡയറക്ടർ സവിനുമാണ്. ശരിക്കും ശ്രീനാഥിനെ ആദ്യമായിട്ട് സീനിൽ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്കിടയിൽ ഭയങ്കര ഒരു കയ്യടിയും ചിരിയും ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീനാഥിൻ്റെ ആദ്യത്തെ സിനിമയാണ്. പക്ഷെ ആദ്യത്തെ സിനിമയിൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഒരു കയ്യടിയും ഒരു ചിരിയും വന്നു. എന്നാലും ശ്രീനാഥ് തിയേറ്ററിലിരുന്ന് ഈ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പ്രേക്ഷകരിൽ നിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ വന്നപ്പോൾ എന്തായിരുന്നു ശ്രീനാഥിന് തോന്നിയത്? അല്ല, അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരുടെ ജഡ്ജ്മെന്റ് എത്രത്തോളം ശരിയെന്നുള്ളതായിരുന്നു. ഈ നമ്മൾ ഡയറക്ടർ റൈറ്റർ ജഡ്ജ്മെന്റ് ഇത് വർക്ക് കാര്യം എൻ്റെ അടുത്ത് വിപിൻ ഒരു പരിധിയോടെ പറഞ്ഞു, ടെൻഷൻ ഉണ്ട്, അത് വർക്കാവുന്ന സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഡയറക്ടർ സവിനും പറഞ്ഞു, പിന്നെ നമ്മുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഐക്കണിലെ അമൽ പോൾസൺ പുള്ളി എന്നോട് പറഞ്ഞു, അവർ പ്രിവ്യൂ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചേട്ടാ നിങ്ങളുടെ പരിപാടി വർക്കാണ്, അത് നന്നായി വന്നിട്ടുണ്ട്, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണെന്ന് ഇങ്ങനെ രണ്ടുപേരും ഉറപ്പിച്ച് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു വെറുതെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് വിപിൻ മാത്രം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്, അത് നമ്മൾക്ക് ഒന്ന് റിസ്ക് ഫാക്ടറാണെന്ന് പുള്ളി പറഞ്ഞിരുന്നു ആ ഒരു പോർഷൻ വച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ തിയേറ്ററിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവരുടെയൊക്കെ ജഡ്ജ്മെൻറ്റ്, ഇപ്പം വിപിൻ്റെ ആയാലും ഈ പറഞ്ഞ പോലെ ഡയറക്ടറിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ജഡ്ജ്മെൻറ്റ് വളരെ കറക്റ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞത് ശരിയായി എന്നുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ ആദ്യമായിട്ടൊരു സാധനം ചെയ്യുന്നത് ഒരു മോശമായി പോവാതെ അല്ലെങ്കിൽ അത് വർക്കാവാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഡീമോട്ടിവേഷൻ ആവും, അല്ലെങ്കിൽ ചെയ്ത് മറ്റുള്ള ഈ സിനിമയ്ക്ക് നമ്മളൊരു ഗുണം ചെയ്തില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നില്ല. അപ്പോൾ അത് സിനിമയ്ക്കും ഹെൽപ്ഫുള്ളായി, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു, കുറേ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഡയലോഗ് ലാസ്റ്റ് 2 സീനിലെ ഡയലോഗ്സ് ആണ് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ചേട്ടാനാ ദൈവം എന്നുള്ളത് ആൾക്കാർക്ക് ചോദിക്കാൻ രസമുള്ള ഒരു ക്വസ്റ്റ്യനും, മറ്റത് ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ജീവിക്കേണ്ട അനിയാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലപ്പോഴും നമുക്ക് പലയിടത്തും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ജീവിക്കേണ്ട അനിയാ എന്ന് പറയുന്നൊരു കാര്യം യൂസേജ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അല്ല, ശരിക്കും നമ്മൾ മനുഷ്യർക്കിടയിൽ ഒരുപാട് പലതരത്തിലുള്ള ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ മനുഷ്യബന്ധങ്ങളിലുണ്ടല്ലോ. ശരിക്കും അലന് സഹോദരരുള്ള ആ ഒരു ദേഷ്യം മാറിയതും ആ ഒരു മിണ്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് മാറിയതും ആ ഒരു ഒറ്റ ഡയലോഗ്. അപ്പൊ ആ സംഭാഷണത്തിന് അത്രത്തോളം ഇമ്പാക്ട് ഉണ്ട്. അതായത് അത് റൈറ്ററിന്റെ റൈറ്റിംഗ് സ്കില്ലാണ്, അത് വൺ ഓഫ് ദി തിങ്. പിന്നെ അത് ഡയറക്ടർ സവിൻ അതിനെ നല്ല ഇമോഷണൽ രീതിയിൽ അത് ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതാ ഒരു ഫസ്റ്റ് ടൈം ആക്ടർ എന്ന രീതിയിൽ നമുക്ക് ആക്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തികേടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ജനങ്ങളെ അറിയിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാതെ സ്ക്രീനിൽ കൊണ്ടുവരാതെ അത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ അവർക്ക് സാധിച്ചു. ഇപ്പം ജോണി സിൻസ് ഒരു ഫേമസ് പോൺ സ്റ്റാർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലുക്കിന് സമാനത ഉണ്ടായിട്ടാണ് ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്തതെന്ന് ശ്രീനാഥ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ദൈവസമാനമായിട്ടുള്ളൊരു റോളാണ്, ദൈവ സാന്നിധ്യമാണോ എന്ന് പ്രേക്ഷകർ സംശയിച്ചു പോകുന്ന റോളാണ്. അപ്പോൾ ജോണി സിൻസിൻ്റെ ലുക്കും ഇത്തരത്തിലൊരു റോളും അതെങ്ങനെയാണ് അത് അവിടെ കണക്ട് ആയത്? എങ്ങനെയാണ് അവിടെയാണ് റൈറ്റിംഗിൻ്റെ ഒരു ബ്രില്യൻസ്. അത് ഞാൻ ഈ ഇടയ്ക്ക് റിയലൈസ് ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ ഈ ജോണി സിൻസിൻ്റെ ലുക്കിന് ക്യാരക്ടറിനകത്ത് പുള്ളിയുടെ ഒരു സിനിമകൾക്കകത്ത് പുള്ളി പല വേഷങ്ങളിൽ വരുന്നതായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ പല വേഷങ്ങളിൽ വരുന്നതിനെ ഞാൻ കരുതിയത് അതിനെ അതുപോലെ എടുത്ത് വെച്ചിട്ട് ഒരു കോമഡി കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ പല വേഷങ്ങളിൽ വരുന്നത് ജീവിക്കാനുള്ള ഒരു ആവശ്യം കൂടി ആക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നും മനസ്സിലാക്കി അതും ഇതുകൂടെ കണക്ട് ചെയ്ത റൈറ്റിംഗ് ബ്രില്യൻസ് ആണ് അവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത്. ഞാൻ മനസ്സിലായില്ലേ, ഞാൻ വിചാരിച്ചു ജോണി സിൻസിന്റെ ലുക്കിൽ എന്നെ കോസ്റ്റ്യൂം ഇട്ട് വരുമ്പോൾ കിട്ടുന്ന കോമഡിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ ആ വേഷം കെട്ടി ജോലി ചെയ്യുന്ന ആൾക്കാരും ലോകത്തുണ്ട്. അപ്പൊ ആ ഒരു കണക്ഷൻ കറക്റ്റ് വർക്കായില്ലേ? അപ്പോൾ അങ്ങനെ അവരെ എഴുതി അതിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തതെന്നാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതാണ് ഒരു ഉദ്ദേശിച്ചത്. കോമഡി മാത്രമല്ല, അത് ശരിക്കും ജീവിതത്തിലും കൂടെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഇപ്പം പ്ലംബറായിട്ടോ ഇലക്ട്രീഷ്യനായിട്ടോ അല്ലെങ്കിൽ ഹെയർ കട്ടറായിട്ടോ വാട്ടവർ ജോബ്, പല ആൾക്കാരും പല ജോലികൾ ജീവിതത്തിൽ ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. ആ ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അയാളുടെ ജോലിയുമായിട്ട് വേണമെങ്കിൽ റെഫറൻസ് എടുക്കാം. എനിക്ക് പക്ഷേ കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലുക്കലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഇപ്പം മുട്ടത്തല ആയത് കാരണം
ഈ ലുക്കിൽ വന്നാൽ അയാളെ പോലെ ഇരിക്കും. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ജേസൺ സ്റ്റേത്തെ പോലെ ഇരിക്കും ചില ലുക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചിലപ്പോൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് കുറച്ച് മസിലൊക്കെ വെച്ചിട്ട് വന്ന് ഇരുന്നാൽ അപ്പോൾ അതുപോലെ ഇരിക്കുമായിരിക്കും. അങ്ങനെ ആക്കാൻ എളുപ്പമാണ്. കാര്യം ഇങ്ങനൊരു ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് ആക്ടേഴ്സ് കൂടുതൽ അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഫുൾ ക്ലീൻ ഷേവ് ആയിട്ട് നടക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് അത് ഷൂട്ട് നടക്കുന്നത് വിദേശത്തായിരുന്നു. അതെ. അപ്പോൾ അവിടുത്തെ ഒരു ലൈറ്റിങ്ങിലും ആ ലുക്ക് പിന്നെ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടപ്പോഴേക്കും എനിക്ക് ഈസിലി ആ ഒരു ക്യാരക്ടർ റെഫറൻസ് കിട്ടി. അതാണ് എനിക്ക് തോന്നുന്നത്. ഞാനും പറഞ്ഞു, നമ്മളിപ്പോൾ അല്ലാതെ സാധാരണ ഇപ്പം ഇങ്ങനെ ഉടുപ്പിട്ട് വന്നാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നില്ലല്ലോ. ഞാൻ ആ കോസ്റ്റ്യൂംസ് ഒന്നും ഇവിടെ ആരും യൂസ് ചെയ്യാറുമില്ല. അങ്ങനത്തെ പ്ലംബിങ്ങിൻ്റെ ഇലക്ട്രീഷ്യൻ്റെ കോസ്റ്റ്യൂംസ് ഇവിടെ ആരും യൂസ് ചെയ്യില്ല. അപ്പോൾ അത് വിദേശത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ട് ആ ലുക്കിൽ വന്നപ്പോൾ കൃത്യം എൻ്റെ ഒരു ഹാഫ് ജോബ് അവിടെ നടന്നു. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു നോട്ടവും കൂടെ അതൊക്കെ എനിക്ക് നമ്മൾ കുറച്ച് ചെയ്യിപ്പിച്ചു. കാര്യം ഈ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഡയറക്ടറായാലും ചീഫ് അസോസിയേറ്റ് പുള്ളിയൊക്കെ എനിക്ക് പറഞ്ഞു കേട്ടോ, അത് ഇങ്ങനെ ഒന്നും ചെയ്യണം, പുള്ളിയുടെ കുറച്ച് മാനറിസംസ് ഉണ്ട്, അപ്പോൾ അതിങ്ങനെ ചെയ്തോ എനിക്ക് പറഞ്ഞത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ നെറ്റ് കൊണ്ടിങ്ങനെ പുരിക കൊണ്ടിങ്ങനെ ഒരു ഈ പറഞ്ഞ ജോണി സിൻസിൻ്റെ കുറച്ച് മാനറിസംസ് അല്ലെങ്കിൽ ആ ഒരു എന്നെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിച്ച് ഡബ് ചെയ്തപ്പോഴൊക്കെ ചേട്ടാ ഈ സ്ലാങ് അല്ല, കുറച്ച് ആ ഒരു സ്ലാങ് പിടിച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് കുറച്ച് എന്നെ അതൊക്കെ കുറച്ച് ചെയ്യിപ്പിച്ചെടുത്തു. അപ്പോൾ അത് കൊണ്ടാണ് അത് കുറേ പേര് പറഞ്ഞു. ആദ്യത്തെ 2-3 സീനിൽ പലരും വിചാരിച്ചു ഞാൻ മലയാളി അല്ല, അത് അവിടുത്തെ ഏതോ ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അവരുടെ എഫേർട്ടിലാണ് ഇത് നന്നായിട്ടിരിക്കുന്നത്. ഞാൻ ഡയറക്ടർ, അസോസിയേറ്റ് DOP, റൈറ്റർ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ ക്യാരക്ടറിനെ ഉണ്ടാക്കി എന്നെ കൊണ്ട് അത് അങ്ങനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് അങ്ങനെ വച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ജോണി സിൻസിൻ്റെ കാര്യം ശ്രീനാഥ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ചില സോഷ്യൽ മീഡിയ കമൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇപ്പം ആണും പെണ്ണും ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ പുരുഷൻ പറയാണ് ഇത് ജോണി സിൻസിൻ്റെ ഒരു ലുക്കുണ്ട് ഇദ്ദേഹത്തിനെന്ന് പറയുമ്പോൾ സ്ത്രീകൾ ചോദിക്കും ആരാ ജോണി സിൻസ് എന്ന് ചോദിക്കും. അപ്പോൾ അത് അറിഞ്ഞുകൂടാത്ത സ്ത്രീകളെല്ലാം വളരെ നല്ല സ്വഭാവമാണ്, വളരെ നല്ല കുട്ടികളാണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ ജോണി സിൻസ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു പോൺ സ്റ്റാർ ആണ്. അപ്പോൾ അദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്തുള്ളത് ഒരു ക്രെഡിറ്റ് ആയിട്ട് കരുതുക എന്നുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജോണി സിൻസിനെ അറിഞ്ഞുകൂടാത്തുള്ളത് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പുരുഷന്മാർ കാണുന്നത്. ഈ ഒരു ഹിപ്പോക്രസി ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ കണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കണ്ടത്. ആരോ ഒരാൾ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് അങ്ങനെ ഒരു. ഞാൻ പൊതുവേ ഈ കമൻസ് വായിക്കാറില്ല, വളരെ കുറവാണ്. നല്ലതാണോ ചെയ്തതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ല, ഇത്തരം ഹിപ്പോക്രസി ഒന്നും എനിക്ക് നമ്മുടെ നാട്ടിൽ ആൾറെഡി ഉണ്ടല്ലോ. എല്ലാ കാര്യത്തിലും ഇതിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മാറി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേയൊക്കെ മാറിയിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നു. ഓവർ ദ പീരീഡ് ഓഫ് ടൈം അത് മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. അത് പിന്നെ നമ്മളത് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നു, മനസ്സിലാക്കാത്തവർ അങ്ങനെ പോകുന്നു. ഇപ്പം നമ്മളെങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ വിചാരിക്കുക. ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അതിനെ പോയി അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടൊക്കെ കാര്യം, അതൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം, അവർ പഠിച്ച് കണ്ട് വളർന്നു വന്ന രീതി വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുന്നത്. ഇത് ശരി, ഇത് തെറ്റ്, നമ്മളുടെ ശരികൾ മറ്റൊരാളുടെ തെറ്റായിരിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് കൂടുതൽ ബോധമിടാവേണ്ട കാര്യമില്ല. പിന്നെ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു മീഡിയവും അല്ലെങ്കിൽ അതിനുവേണ്ടി സിനിമ എപ്പോഴും നല്ലതും ചീത്തയൊക്കെ പറയുന്ന ഒരു ഇതാണല്ലോ. അപ്പം അങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ വിപിനുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ശ്രീനാഥ്. ഇപ്പോൾ വിപിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം വാഴ, അതുപോലെ തന്നെ ജയ് 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 ഹേ, ഇപ്പോൾ വ്യസനസമേതം ബന്ധുമിത്രാദികൾ, അന്താക്ഷരി, ഇപ്പോൾ വാഴ 2 നിൽക്കുന്നു. ഇപ്പോൾ വിപിൻ്റെ സിനിമകൾക്കെല്ലാം ഇപ്പോൾ അന്താക്ഷരി മാറ്റി നിൽക്കുകയാണെങ്കിൽ, അന്താക്ഷരിയിലാണെങ്കിൽ പോലും ഒരു പരാജിതൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന മനുഷ്യരുടെ ഒരു പ്രതിസന്ധിയും ആങ്സൈറ്റീസ് ഒക്കെ എല്ലാ സിനിമകളും, ഇപ്പോൾ അന്താക്ഷരിയിലെ സൈജു ഗ്രൂപ്പിൻ്റെ കഥാപാത്രത്തിലാണെങ്കിൽ പോലും എല്ലാത്തിലും അതിങ്ങനെ നിൽക്കും. ഒരു പക്ഷേ അത് തന്നെയാണ് പ്രേക്ഷകരെ അതിലോട്ട് കൂടുതൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഈ വാഴ കണ്ടപ്പോഴും പ്രത്യേകിച്ച് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് പോയൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, പല സ്കൂളുകളുടെയും അവസ്ഥ അത് തന്നെയാണ്. പ്രത്യേകിച്ചും എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എൻ്റെ സ്കൂളും എൻ്റെ അധ്യാപകരും എത്രത്തോളം ടോക്സിക് ആണെന്നുള്ളത് അത് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ റിയലൈസ് ചെയ്യാൻ പറ്റി. കാരണം ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ പ്രേക്ഷകരെ അത്രത്തോളം, അത് ഈ പ്രായഭേദം ഇല്ലാതെ തന്നെ പ്രേക്ഷകരെ കണക്ട് ചെയ്യിപ്പിക്കുന്ന കോണ്ടന്റുകൾ, അത് വിപിൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്? വിപിൻ്റെ തന്നെ ലൈഫ് എക്സ്പീരിയൻസ് ആണോ, അതോ വിപിൻ മനുഷ്യരുമായി അത്രത്തോളം ചേർന്ന് നിന്ന് സംസാരിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ടാണോ തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ സിനിമകളെല്ലാം കുറച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്നതും നമ്മൾ ചുറ്റുമായിട്ട് കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നതെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര റിലേറ്റബിലിറ്റി തോന്നുന്നത്. ഇപ്പോൾ അന്താക്ഷരി എടുത്താലും
ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോലീസുകാരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ, ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഇത് ഒരു ത്രെഡ് കിട്ടിയിട്ട് പിന്നെ അതിനകത്ത് എനിക്കൊന്ന് ത്രെഡാണ് പുള്ളിയുടെ സ്പെഷ്യൽ ഐഡിയ വരുന്നത്. ഒരു ഐഡിയ വരുന്നതാണ് ആയിരിക്കും ഒരു വ്യത്യസ്തത അതിനകത്ത്. അതായിരിക്കും ആ സിനിമയുടെ വ്യത്യസ്തത എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗുരുവായൂരമ്പലം, പക്ഷേ അത് പുള്ളിയുടെ സ്ക്രിപ്റ്റ് അല്ല, പക്ഷേ എന്നാലും കല്യാണം കഴിക്കാൻ പോകുന്ന കഴിച്ച ഭാര്യയുടെ അതാണ് ഐഡിയ. അതിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ. അപ്പം അതിൽ ചുറ്റും നിൽക്കുന്ന മറ്റിപ്പം അതിനകത്തൊരു പക്ഷിശാസ്ത്രജ്ഞൻ വരുന്നു, അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എവിടെയെങ്കിലും. അല്ലെ അതുപോലെ തന്നെ മറ്റു ഇൻസിഡൻസുകളെല്ലാം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ജയ ജയ ഹേലായാലും ഈ അവർ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു കോർ ഐഡിയ ചിലപ്പോൾ വരിക. പക്ഷേ അങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത്, എല്ലാ സിനിമയ്ക്കകത്തും ഇപ്പം വാഴ ഫസ്റ്റ് ആയാലും 2 ആയാലും അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ അനുഭവിച്ച സ്കൂൾ അനുഭവങ്ങളുണ്ടാവും, കോളേജ് ആയിരുന്നപ്പോൾ ചെയ്ത കുറേ അടിപിടി ഷോകൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും പുള്ളി എനിക്കൊന്ന് എവിടെയെങ്കിലും പുള്ളിയുടെ ലൈഫിൽ കണ്ടതോ അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ ലൈഫിൽ കണ്ടതോ എവിടെയെങ്കിലും റിയൽ ലൈഫ് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കാണുന്നതും കേൾക്കുന്നതൊക്കെ വെച്ചിട്ട് ആണ് ഉണ്ടാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഫുള്ളി ഒരു ഫിക്ഷണലൈസ് പരിപാടി അല്ല. പ്രോപ്പർ ഫിക്ഷൻ എന്താണ് കഥ, എല്ലാം കഥ അങ്ങനെ സംഭവിക്കാത്ത അങ്ങനെ അല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുള്ളിയുടെ സിനിമകൾ ജനങ്ങൾക്ക് ഇത്രയും ഭയങ്കര നമ്മുടെ സിനിമയായിട്ട് തോന്നുന്നത്. അത് നമ്മുടെ കഥയാണല്ലോ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ ഒരു സാധനം ഉണ്ടല്ലോ, എവിടെയെങ്കിലും കാണും എല്ലാവരുടെയും. ഒരു കുട്ടിയുടെ സാധനം എവിടെയെങ്കിലും കാണും, ഒരു പ്രായമായ ഒരു ആളുടെ സാധനം എവിടെയെങ്കിലും ഉണ്ടാവും, ഒരു പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ, അങ്ങനെ എല്ലാവരുടെയും കുറച്ച് ലൈഫിൻ്റെ ഉള്ള ഒരു പോർഷൻസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പുള്ളിയുടെ ഒരു റൈറ്റിങ്ങിലുള്ള ഒരു സ്കില്ലായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ആ കുട്ടികളുടെ ആ സ്കൂൾ ഗ്രൗണ്ടിലുള്ള ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, പ്രത്യേകിച്ചും ഈ കഞ്ചാവിൻ്റെ ലഹരിയിൽ കുട്ടികൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ആ അടി എന്ന് പറയുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ആക്ടേഴ്സും ടെക്നീഷ്യന്മാരും അതിനുവേണ്ടി ഇട്ടിരിക്കുന്ന എഫേർട്ട് എത്രത്തോളാണെന്നുള്ളത് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം ഈ കുട്ടികൾക്കിടയിലുള്ള മാനസികമായ പിരിമുറുക്കം അത് ബ്ലാസ്റ്റ് ആവുകയാണ് കുട്ടികൾ. അവർക്ക് ആ സമയത്ത് അവർ അധ്യാപകരോ പാരൻസോ ഒന്നും അവരുടെ മുന്നിലില്ല, അവരങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളൊക്കെ വിപിൻ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ലൈഫിൽ നിന്ന് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കണ്ടുള്ള ഇതാണോ അതോ വായിച്ചുള്ള ഒരു ഇതാണോ? ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നല്ലോ, എനിക്കൊന്ന് ഈ അടുത്തായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ഇതിനകത്ത് നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾ തമ്മിൽ തല്ലിൻ്റെ ഒക്കെ വീഡിയോസ് ഒരുപാട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പുള്ളി നോട്ട് ചെയ്യും കാണുകയും അത് അപ്പോൾ എനിക്കൊന്ന് അത് അവിടെ പുള്ളി എനിക്കൊന്ന് നമ്മളെ പോലെ അല്ല കണ്ട് കളയുകയായിരിക്കില്ല. പുള്ളി ചിലപ്പോൾ കണ്ടിട്ട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അവർക്ക് ഡ്രഗ്സ് വന്നു, അപ്പോൾ സ്കൂളിലെങ്ങനെ നമ്മളതൊക്കെ കൂടുതൽ ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് കുറേ കുറ്റം പറഞ്ഞിട്ട് പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു മേ ബി പുള്ളി, എനിക്ക് അറിയില്ല കേട്ടോ, എൻ്റെ അസംഷനാണ്, പുള്ളി ചിലപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് അന്വേഷിച്ച് കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഐഡിയ ഇത് എവിടെയെങ്കിലുമൊക്കെ പുള്ളി കണ്ടത് തന്നെയായിരിക്കും പുള്ളി ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അടി കണ്ടപ്പോഴാണ് എനിക്കും മനസ്സിലായത്, അയ്യോ ശരിയാണല്ലോ, നമ്മൾ ഈയിടയ്ക്ക് ഈ കഴിഞ്ഞൊരു 2 വർഷത്തിനിടയിൽ പല സമയത്തും ന്യൂസിലായിട്ടും യൂട്യൂബിലായിട്ടും ഈ സ്കൂൾ കുട്ടികൾ തമ്മിൽ പൊരിഞ്ഞതല്ലേ, ബസ് സ്റ്റാൻഡിൽ പൊരിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇത്. അപ്പം ഈ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ അഡിക്റ്റ് ആയിട്ട് ഈ ചെറിയ കാര്യത്തിൻ്റെ പുറത്ത് ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടന്നു. അപ്പോൾ അതിൻ്റെ ഈ സിനിമയിലൂടെ പുള്ളി പറയാൻ ഉദ്ദേശിച്ചത് കുട്ടികൾ തല്ലി ഉണ്ടാക്കിയത് ശരിയാണ്, പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവും, അതിൻ്റെ പിന്നിൽ അതെന്താണെന്ന ആ കാര്യങ്ങൾ പാരൻസും ടീച്ചേഴ്സും അന്വേഷിക്കണം എന്നുള്ളതൊക്കെയാണ് ആ ഒരു സിനിമയ്ക്കകത്ത് പോലീസ് സീനിലൊക്കെ വെച്ചിട്ട് പറഞ്ഞു പോയിരിക്കുന്നത്. അത് വളരെ നന്നായിട്ടത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിലും പാരൻസിനും മനസ്സിലാവുന്ന രീതിയിലും ടീച്ചേഴ്സിനും മനസ്സിലാവുന്ന രീതിയിലും 3 പേർക്കും ഒരു കൊട്ടുണ്ട്, 3 പേർക്കും ഒരു അഡ്വൈസും അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അൽഫോൺസ് പുത്രൻ്റെ ഡയലോഗ് ഡെലിവറിയിലാണ് നമുക്ക് കൂടുതൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതല്ലേ. അതൊരുമാതിരി പ്രീച്ചി സ്റ്റൈലല്ലാതെ വളരെ പച്ചയായിട്ടാണ് ഒരു സാധാരണക്കാരൻ്റെ രീതിയിലാണ് അദ്ദേഹം ആ ഡയലോഗ് പറഞ്ഞത്. അൽഫോൺസ് പുത്രനെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് അതിൽ എത്രത്തോളം ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു? അൽഫോൺസ് ഫസ്റ്റിൽ തന്നെ യെസ് പറഞ്ഞായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. സവിൻ ഡയറക്ടർ എനിക്കൊന്ന് ഇടയ്ക്ക് പറയുന്നത് കേട്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് മനസ്സിൽ വന്നു. പക്ഷേ ഈ അൽഫോൺസ് എന്ന പേര് വന്നപ്പോൾ തന്നെ സവിൻ അത് ഓക്കെ. കാരണം സവിൻ ഈ ഭയങ്കര അൽഫോൺസ് പുത്രൻ ഒരു ഫാനാണ്, ഭയങ്കര ഇഷ്ടമാണ് അൽഫോൺസ് പുത്രന് സവിന്. അപ്പം സവിന് അൽഫോൺസ് പുത്രൻ എന്ന പേര് കിട്ടിയപ്പോൾ തന്നെ പുള്ളിക്ക് അൽഫോൺസ് പുത്രൻ്റെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെ ഡയറക്ടർക്ക് അത്രയും ഒരു സവിന് അത്രയും ഒരു മീറ്ററൊക്കെ അറിയാം, ഈ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഫിക്സ് ചെയ്തതാണ്. വിപിൻ വിളിച്ച് സംസാരിച്ച് ഓക്കെ. വിപിൻ പക്ഷേ അപ്പോഴും ഞാൻ ഇത് എഴുതി വയ്ക്കുമ്പോഴും വിപിൻ പറയുന്നുണ്ടായിരുന്നു ഇതൊരു ലെങ്തി സീനാണ്, കുറേ ഉപദേശം പോലെ ഇരിക്കുന്നുണ്ട്, ഇത് എന്താ ഉപദേശം പോലെ ആയിപ്പോയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ആ റൈറ്റർ എഴുതി വെച്ചതിനെ ഡയറക്ടർ സവിൻ വേറെ മനോഹരമായി ഷൂട്ട് ചെയ്തു.
അവിടെയാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അതാണ് സിനിമ. ഒരു ഇൻ്റർവ്യൂവിൽ വിപിൻ പറഞ്ഞു, ഞാൻ എഴുതിയതിനേക്കാളും 10 മടങ്ങ് മനോഹരമായി സവിൻ ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ചെയ്തതിലപ്പോൾ ഇങ്ങനെ ഇരിക്കില്ല എന്ന് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സവിനാണ്. കാര്യം സവിൻ അത് സമയമെടുത്ത് എഫേർട്ട് എടുത്ത്, കാര്യം അത്രയും അത് സുരേഷ് ഗോപി പഴയ സിനിമകൾ ഡയലോഗ് പറയുന്ന പോലെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതത്ര ഞാനും പുള്ളിയെ കിടപ്പിച്ച് ചേട്ടാ എങ്ങനെ ചേട്ടാ ഇത്രയും ഡയലോഗ് പറഞ്ഞു, എനിക്ക് കാര്യം ഞാനൊരു 4 ഡയലോഗ് ഡബ് ചെയ്യാൻ പെട്ട പ്രയാസം എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇത്രയും ഡയലോഗ് എങ്ങനെ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു അതൊക്കെ അവിടെ കഷ്ടപ്പാട് നമുക്കെല്ലാം അറിയാവും വരും. പക്ഷെ ആ എഫേർട്ട് പുള്ളി എടുത്തു. അത് പുള്ളിയോടൊപ്പം ഡയറക്ടറും എല്ലാവരും ആ ഒരു ടീം വർക്കായിട്ട് നിന്ന് അവർ ചെയ്ത് ആ ഒരു സീൻ അതിൻ്റെ ഒരു നല്ലൊരു ഭംഗിക്ക് വേണ്ടി അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അത്രയും. അതാണ് ഞാൻ നിങ്ങൾ നേരത്തെ അനു പറഞ്ഞ പോലെ ഫൈറ്റ് സീനായാലും ഈ പോലീസ് സ്റ്റേഷൻ സീനായാലും ഈ ക്ലാസ് ആ ഒരു സ്കൂളിലെ സീനൊക്കെ ആയാലും ഇവരെല്ലാവരും ഒരുപാട് ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒരുപോലെ നിന്ന് എഫേർട്ട് ഇട്ടിട്ടാണിത് ചെയ്തിരിക്കുന്നത്. ആ ഒരു സീനിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് അത്രയും മാക്സിമം പൂർണ്ണതയിൽ അത് നിൽക്കുന്നതും നമുക്ക് നമ്മുടെ മനസ്സിൽ കൊള്ളുന്നതും. ഇപ്പം ഹാഷിറും അലനും അജിനും വിനായകും ഇപ്പോൾ അവർ ഇൻസ്റ്റഗ്രാമിൽ ശരിയാണ് അവർക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട് കേരളത്തിൽ. പക്ഷേ നമ്മൾ അവരെ ഈ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അവരുടെ അഭിനയിക്കുന്ന രീതികളും അവർ ഇത്രയും നാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും ഒരു ക്ലോസ് ഷോട്ടിലാണ് അവരുടെ ഡയലോഗ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബിഗ് സ്ക്രീനിൽ ഇത്രയും സ്ക്രീൻ സ്പേസ്, ഒരുപാട് ഇമോഷൻസ്, പല തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. അപ്പം ഇത്ര വളരെ ഹെവി ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു വാഴയിലൂടെ വേണ്ടത്. അപ്പം അതെങ്ങനെ ഡെലിവർ ചെയ്യാൻ സാധിക്കും? ആ ഒരു കാര്യത്തിൽ എങ്ങനെ ക്രൂവിൻ്റെ ഒരു കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? കാരണം ഇവരുടെ ഫാൻ ബേസ് മാത്രമായിരുന്നു ഒരു ഫാക്ടർ. അല്ല, എനിക്ക് തോന്നുന്നു അത് ഇവർ ഫസ്റ്റിൽ ഇവരുണ്ടായിരുന്നല്ലോ. അപ്പം ഇവരുടെ പൊട്ടൻഷ്യൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റിലും സവിൻ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ സവിനുണ്ട് വിപിനുണ്ട്. അപ്പം ഇവർക്കത് അറിയാം ഇവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. അപ്പോൾ അവരെ വാഴ 1 ഫൈനൽ കാണിക്കുന്നപ്പോൾ തന്നെ ഇവരുടെയാണ് അടുത്ത വാഴ 2 കാണിച്ച് തന്നെയാണ് നിർത്തുന്നത്. ഈ 4 പേരുടെയും ഒരു പൊട്ടൻഷ്യൽ, അവരുടെ പ്ലസ് മൈനസ്, അവരുടെ ഇമോഷൻസ് എല്ലാം ഇവർക്ക് നല്ലവണ്ണം അറിയാം, സവിനും വിപിനും ഒക്കെ. അപ്പോൾ അത് അപ്പോൾ അതിനുശേഷമാണല്ലോ കഥ എഴുതി തുടങ്ങിയതൊക്കെ. അപ്പോൾ എഴുതിയിരിക്കുമ്പോഴൊക്കെ അവർക്ക് അത് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഭയങ്കര കോപ്പറേറ്റീവാണ്. അവരെടുത്ത എഫേർട്ട് ചില്ലറയൊന്നുമല്ല. കാര്യം അവർക്ക് ആക്ടിങ് ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു, അവരതെല്ലാം അറ്റൻഡ് ചെയ്തു. അതായത് നമ്മൾക്ക് ചെയ്യാൻ പലതും ചെയ്യിപ്പിക്കും ആക്ടിങ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ. അതെല്ലാം അവർ ചെയ്യുന്നു, അതെല്ലാം അവർ സക്സസ് ആയി ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല ദേഹം വേദനിക്കുന്ന രീതിയിലാണ് ഫൈറ്റ്. അപ്പം വിജുക്കൂട്ടൻ ചേട്ടനും ഇവിടെ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഈ ഇവരെടുത്ത എഫേർട്ട് ചില്ലറയല്ല. അവർ അടികൊള്ളാനും വീഴാനും എല്ലാത്തിനും അവർ തയ്യാറാണ്. അപ്പോൾ അവരെ ഫുൾ ഡെഡിക്കേറ്റ് ചെയ്ത് സിനിമയ്ക്ക് അങ്ങ് കൊടുത്തു. ഞങ്ങളെ എങ്ങനെ വേണോ യൂസ് ചെയ്തു എന്ന രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെ അവർ കൊടുക്കുകയും അതേസമയം മറ്റവർക്ക് ഇവരെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുകയും ചെയ്യാമെന്ന് വന്നപ്പോൾ കൃത്യമായിട്ട് അവരെ നല്ല രീതിയിൽ അവരെ കൊണ്ട് അവരുടെ നിന്ന് ഔട്ട്പുട്ട് എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കുറച്ച് ഈസിയാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഫസ്റ്റ് ടൈം ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ഇത്രയും എൻ്റെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഭംഗിയായെന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സവിനെ ഇവരെ കൊണ്ട് നന്നായി പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അത് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഡയറക്ടർ അവരുടെ ഒരു കോമ്പിനേഷനിൽ അത് സെറ്റായിരിക്കുന്നതാണ്. ഇപ്പോൾ ബിജുക്കുട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ബിജുക്കുട്ടൻ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ചേട്ടൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ജോർജിയയിൽ വെച്ചുള്ള ഷൂട്ടല്ലോ, ജോർജിയയിലായിരുന്നു UK പോർഷൻസ് ഷൂട്ട് ചെയ്ത്. അപ്പം ബിജുവേട്ടന് ഒറ്റ സീനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു, കാരണം എല്ലാവരും ഭയങ്കര ജാക്കറ്റും, എല്ലാവരും ഭയങ്കര ഹെവി ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഷോട്ടിൽ ബിജുവേട്ടൻ ഒരു സാധാ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ, കാരണം ആ ഒരു -ഡിഗ്രി തണുപ്പൊക്കെ ആയിരുന്നില്ലേ. അതായത് അത് ഭയങ്കര എഫേർട്ട് ഈ ആക്ടേഴ്സ് എല്ലാവരും ഈ ക്രൂവിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇതൊരു എന്താണ് ഇത് ഡയറക്ടർ പറഞ്ഞു അതൊന്നും ചെയ്യാം, അങ്ങനെയല്ല. അവരെല്ലാവരും ആ ഒരു സീനിന് വേണ്ടി അവർ അങ്ങനെ ആയിട്ട് വർക്ക് ചെയ്ത് കണ്ടു. കാര്യം ഇപ്പം അലൻ്റെ കാര്യം തൊട്ട് ഞാൻ പറയാം. അപ്പോൾ അലൻ ഇപ്പം എൻ്റെ ഫസ്റ്റ് സീൻ ഒരു പൈപ്പ് പൊട്ടുന്ന വെള്ളത്തിൻ്റെ സീനാണ്. അപ്പോൾ ആ സമയത്ത് അതെനിക്കൊന്ന് ഏർലി മോർണിംഗ് ഒരു 7:30 ഷൂട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ വരുന്നത് 6 o'clock. അപ്പോൾ 6 അപ്പം തന്നെ മറ്റേ മഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അമ്മാതിരി തണുപ്പാണ്. നമുക്ക് കൈ പോലും പുറത്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ വന്നിറങ്ങിയ ഉടനെ ഞാൻ ആദ്യം പോയി അവിടെ പോയി ചൂടുള്ള കപ്പലിങ്ങനെ പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ഔട്ട്ഡോറാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ഒരു ഹില്ലി ഏരിയയാണ്. അപ്പം അവിടെ നമ്മൾ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, 3 അടിക്കുന്നത്. അപ്പം നമുക്കത് കാറ്റടിക്കുമ്പോൾ തണുപ്പ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ കിട്ടിക്കിട്ടാ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ കോസ്റ്റ്യൂംസ് ഇട്ടിട്ടും വിറയ്ക്കും. ഇപ്പോൾ എൻ്റെ പ്രശ്നം ചാലഞ്ച് പറഞ്ഞത് ഈ വിറയിൽ നിർത്തിയിട്ട് വേണം ആക്ഷൻ പറയുമ്പോൾ ഈ ഇമോഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെ എനിക്ക് ഫസ്റ്റ് ചാലഞ്ചായിരുന്നു. അപ്പോൾ ആ സ്ഥലത്താണ് അലൻ
എൻ്റെ ദേഹത്ത് ഈ വെള്ളമൊക്കെ വെള്ളം മുഴുവൻ വീഴുന്നു. അത് അങ്ങനെ വെള്ളം വീഴ്ത്തിക്കൊണ്ട് ഷർട്ട് നനഞ്ഞിരിക്കുന്നു. അത് വെച്ചിട്ടാണ് കുറേ സമയം ഇതൊക്കെ കാണുന്ന പോലെയല്ല, കുറേ സമയം എടുക്കുമല്ലോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും സമയം അവൻ ഈ വെള്ളം ദേഹത്തൊക്കെ നനഞ്ഞുടുപ്പിട്ട് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ്. കാര്യം നമുക്ക് പറ്റില്ല അത്. പക്ഷേ അതാണ് ഞാൻ കുട്ടികൾ അവർ അത്രയും ഡെഡിക്കേറ്റഡാണ് ആ സിനിമയ്ക്ക് കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബിജുക്കുട്ടൻ ചേട്ടൻ ഷൂട്ട് ചെയ്ത ഈ സീൻ, ഈ ചോദിച്ച സീൻ അത് രാത്രിയും കൂടെ ആയിരുന്നു, രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ രാത്രി ഞാനപ്പോൾ കാറിനകത്ത് പോയിരിക്കും. പക്ഷേ കാറിനകത്ത് ഇരുന്നിട്ടും തണുക്കും, അത്ര തണുപ്പാണ്. കാർ തണുത്തിട്ട് നമുക്ക് തണുക്കും. അതേ സ്ഥലത്താണ് ഇവർ ഈ പറഞ്ഞ വിൽക്കുന്ന ചേട്ടനൊക്കെ ഈ സീനിന് വേണ്ടിയിട്ട് അവർ ആ ടേക്ക് എടുക്കുമ്പോൾ അവരതൊക്കെ മറന്നിട്ട് ജാക്കറ്റ് ഇട്ടാൽ തന്നെ നമുക്ക് നടക്കും. അപ്പോഴാണ് സാധാരണ ഒരു ഷർട്ട് ഇട്ട സീനിന് വേണ്ടിയാണ് നമ്മൾ ഈ ജാക്കറ്റ് വിട്ട് നിന്നിട്ട് ഞങ്ങളൊക്കെ പുറത്ത് കണ്ടോ ജാക്കറ്റ് വിട്ട് നിന്ന് എപ്പോഴും ചൂടുവെള്ളമോ കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ച് നിന്നിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർ ഈ സീൻ എടുക്കുമ്പോൾ പുള്ളിക്ക് അവർ അതൊന്നും പ്രശ്നമേ അല്ല. അവരതൊക്കെ അതാണ് അവരാണ് ആക്ടേഴ്സ്. അടിപൊളി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആക്ടിങ് പണി അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതിനകത്ത് ഒരുപാട് സഫറിങ്സ് ഉണ്ട്. നമ്മൾ ഈ പുറത്ത് കാണുന്ന പോലെ പുറത്ത് കാണുമ്പോൾ ഭയങ്കര ആക്ടേഴ്സ് അടിപൊളി അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ കാണുന്ന പോലെ അല്ല. ഇവർ ഒരുപാട് നല്ല പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു സ്ഥാനത്തൊക്കെ നിൽക്കുന്നത്, ആക്ടേഴ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. എനിക്കൊരു ഭയങ്കര റിയലൈസേഷനാണ്. നമ്മളിപ്പോൾ ഈ വലിയ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സും അപ്പോൾ അവരുടെ ലൈഫിൽ എത്രമാത്രമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്നുള്ളത് എനിക്ക് ഈ ഒരു ചെറിയ സാധനം കണ്ടപ്പോൾ മനസ്സിലായി. ഇനിയിപ്പോൾ എങ്ങനെയാണ് ശ്രീനാഥ് ഇനി തുടർന്ന് അഭിനയം അങ്ങനെ പരിപാടിയുണ്ടോ? കാരണം ഇപ്പോൾ ശ്രീനാഥിനെ കേരളക്കര മുഴുവൻ അറിയാം. കാരണം വാഴ സിനിമ അത്രത്തോളം ട്രെൻഡിങ് ആണ്. മാത്രമല്ല ഈ സിനിമയുടെ ഒരു വലിയൊരു സ്ക്രീൻ പ്രസൻസ് ആണ്. വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസ് ശ്രീനാഥിനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തുടർന്ന് ആക്ടിങ് കരിയർ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഭാര്യ മക്കളെ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ആരും നിർബന്ധിക്കുന്നില്ല. കാര്യം ഒന്നാമത് എനിക്ക് അതേപോലെ അഭിനയിക്കാൻ അറിയാമെന്ന് എനിക്ക് വിചാരം എനിക്കില്ല. കാര്യം അതുമല്ല, അത് എളുപ്പമുള്ള പണിയല്ലെന്ന് മനസ്സിലായി. ആദ്യത്തെ 2-3 സീൻ നിങ്ങൾ കണ്ടതുപോലെ കോസ്റ്റ്യൂം ഇട്ട് വന്ന് ചുമ്മാ എന്തെങ്കിലും കൈ കാലൊക്കെ കാണിച്ചിട്ട് പോയി. പക്ഷേ അവസാനത്തെ സീൻ വന്നപ്പോൾ എനിക്ക് ഡയലോഗ് ഡെലിവറിയും അതിനകത്ത് ഈ ഒരു ഇമോഷനും ജസ്റ്റ് ഒരു നോട്ടത്തിലൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടു. അയ്യോ അത് ശരി. അപ്പോൾ ഇത്രയും പക്ഷേ ഇത് അപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ സൈക്കിളിൽ വരണം, അവർ പറയുന്ന പൊസിഷനിൽ നിൽക്കണം, ആ പറയുന്ന സ്ഥലത്തോട് നോക്കണം, ആ സമയത്ത് എനിക്ക് ഈ ലുക്ക് വരണം, ഇതുപോലെ ഈ ഡയലോഗ് പറയണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മൾട്ടിപ്പിൾ തിങ്സ് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇതൊരു എളുപ്പ പണിയല്ല, ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അപ്പോൾ ഈ സിനിമയിൽ ഓക്കെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ലുക്കിലേക്ക് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ജസ്റ്റ് ആ ക്യാരക്ടറിന് അത് മാച്ചിങ് ആയി വന്നുകൊണ്ടാണ് അത് വർക്കായി വന്നതെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ആക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ടിങ് എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല, നമുക്കതിനുള്ളൊരു ഇൻബോൺ ടാലൻ്റ് ഉള്ളതായിട്ടും തോന്നുന്നില്ല. പക്ഷേ സവിൻ വിളിച്ച പോ പക്ഷേ ഇതുപോലെ സവിൻ വിളിച്ചിട്ട് ചേട്ടാ പരിപാടി കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഇതുപോലെ പോയി. കാര്യം നമ്മൾ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട്, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് അവരുടെ കഴിവ്. അതുപോലെ വിപിൻ ദാസ് വിളിച്ചാലും നമുക്ക് ചെയ്യാൻ കാര്യം അവരാണല്ലോ ഇത് എഴുതുന്നതും അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ അറിയാം. പിന്നെ മേ ബി നമ്മൾ അവരെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മളുടെ ഒരു മാനറിസംസും ഒരു സ്റ്റൈൽ ഓഫ് സംസാരമൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ തന്നെ അത് വരുന്നത്. മറ്റു സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മറ്റൊരു ക്യാരക്ടറായിട്ട് മാറാനൊന്നും പറ്റണമെന്നുള്ള കഴിവൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയും, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത സിനിമയാണിത്, ഇവർ പറഞ്ഞു ഇങ്ങനെ ചെയ്തു, പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കൂ എന്നുള്ളത് പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ വാഴ 3 അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി, നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളുടെ കഥകളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ വാഴകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ എങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ലൈഫിൽ അതിന് സ്ത്രീയും പുരുഷനും ഒന്നും ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാവരുടെയും ലൈഫിൽ ഈ ഒരു വാഴ മൊമെൻറ്റിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകാറുണ്ട്. ഇപ്പം നിനക്ക് പകരം ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കേൾക്കാത്ത ബാല്യവും കൗമാരവും ഒക്കെ കുറവാണ്. പാരൻസിൽ നിന്നും വീട്ടുകാരും ഈ ഡയലോഗ് കേൾക്കാത്ത. അപ്പോൾ ഈ വാഴ 3 വരുമ്പോൾ അത് പെൺകുട്ടികളുടെ കഥയാണ്. അപ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. അനശ്വര ഉണ്ടായിരിക്കുമോ, മമിത ബൈജു ഉണ്ടായിരിക്കുമോ, ആരായിരിക്കും മെയിൻ കാസ്റ്റായിട്ട് വരുന്നത്, അതോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ആയിരിക്കുമോ? അപ്പോൾ അത്തരം ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എന്തെങ്കിലും പ്രീ പ്രൊഡക്ഷൻ എന്തെങ്കിലും ആലോചനകൾ വരുന്നുണ്ടോ? തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാര്യം പിന്നെ ഇപ്പോഴാ ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നിലാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. വാഴ 3 ചെയ്യണമെന്ന് തീരുമാനിച്ചു. അത് ഇനിയിപ്പം സ്ത്രീകളുടെ കഥ പറയാം, ലേഡീസിൻ്റെ കഥ പറയാം എന്നുള്ളൊരു കാര്യം അതായി ഒരു ഇൻ്റർവ്യൂ കൂടെയാണ് പുള്ളി അത് റിവീൽ ചെയ്തിരിക്കുന്നത്. 90s പെൺകുട്ടികളുടെ കഥ എന്ന് പറയാം. ഈ പെൺകുട്ടികളുടെ കഥ എന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പം ഫുൾ ആക്ടേഴ്സ് പെൺകുട്ടികളായിരിക്കില്ലല്ലോ ഉറപ്പായിട്ടും, കഥ പെൺകുട്ടികളായിരിക്കും എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ജയ ജയ ഹേ പെൺകുട്ടിയുടെ കഥയല്ലേ.
അങ്ങനെ ഒരു സംഭവമുള്ളൂ. അപ്പം കഥ പെൺകുട്ടി കഥ പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനി കഥയായി വന്നാൽ മാത്രമേ ഇതിനകത്ത് ഈ പെൺകുട്ടികളുടെ ഏജ് എന്താണ്, അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ടായിരിക്കും കാസ്റ്റിങ്ങും ഒക്കെ വരുന്നത്. ആര് ചെയ്താൽ നന്നായിട്ടിരിക്കും, ആർക്ക് പറ്റിയതാണെന്നൊക്കെ വരുന്നത് ഫുൾ കഥ വന്ന ശേഷമല്ലേ വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വാഴ 3 വരുന്നു എന്ന് മാത്രമേ എനിക്കും അറിയാവൂ. അത്ര ഐഡിയ എനിക്കും ഉള്ളൂ. കാര്യം പുള്ളി തന്നെ പറഞ്ഞു ഇനി കഥയില്ല, കഥ ഉണ്ടാക്കണം, സ്ക്രിപ്റ്റ് ആക്കണം, കുറച്ച് സമയമെടുക്കും. അടുത്ത വർഷത്തേക്ക് വേണ്ടി എന്നാണ് പുള്ളി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷത്തേക്ക്. ഇപ്പോൾ ഈ വാഴ 3യുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കമൻസ് എനിക്കൊന്ന് ശ്രീനാഥ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ പെണ്ണുങ്ങളുടെ കഥയാണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും, അവർക്ക് എന്താ ഇത്ര വലിയ കഥയായിട്ടുള്ളത്, ചുമ്മാ പീരീഡ്സും മൂഡ് സിങ്സും, പിന്നെ അടുക്കളയിലും വീട്ടിനകത്തും ഒതുങ്ങുന്നവരല്ലേ, അവർക്ക് ഇത്ര വലിയ കഥകൾ എങ്ങാനും ഉണ്ടോ, ഭയങ്കര ബോറായിരിക്കും, ആമ്പിളരുടെ കഥയാണ് നല്ലത്, അതാണ് രസമുള്ളത് എന്നതെല്ലാം സോഷ്യൽ മീഡിയ കമൻസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ലേ? ഞാൻ അങ്ങനെ കമൻസ് അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞാനിത് കേട്ടായിരുന്നു, ബാക്കിയുള്ളവർ വായിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാര്യം ഇത് സിനിമ കാര്യം ഒന്നാമത് കഥയൊന്നും ആവാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് ഇതിനകത്തൊന്നും ഒന്ന് ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റിപ്ലൈ കൊടുക്കാനോ ഉള്ളത് ഒന്നും നമുക്കറിയില്ല. അപ്പം പിന്നെ അത് കഥ എഴുതി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് എന്താണോ, ഇതാണ് പറയാൻ ഉദ്ദേശിച്ചതല്ലേ, അപ്പോൾ ഇതിൽ രസമുണ്ടാകും, ഇതാണോ പറയുന്നത്, ഇത് കൊള്ളില്ല എന്ന് പറയാൻ ഉള്ളൊരു സ്റ്റേജ് ഇല്ലല്ലോ. അപ്പോൾ കഥയാവാത്തത്തോളം കാലം നമുക്ക് ഈ കമൻസൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം വിഭിന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുള്ളിയും അങ്ങനെ ഒരു കോൺക്രീറ്റ് ആയിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ല. പുള്ളിക്ക് ഒരു ഐഡിയ വന്ന കാര്യം വാഴ 2 ഇപ്പോഴും സ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതുപോലെ ഇതിൻ്റെ ബാക്കി ഒന്നും ബാക്കി ഭാഗങ്ങളും അല്ല എഴുതുന്നത്. വാഴ 1ൻ്റെ ബാക്കിയല്ല വാഴ 2, പേര് മാത്രമേ സെയിം വരുന്നുള്ളൂ. പുള്ളി പറഞ്ഞ പോലെ ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആരെ വേണോ ഒന്ന് അഭിനയിക്കാം, ചിലപ്പോൾ നാളെ വേറെ ആരാണോ എഴുതാം, ആര് വേണോ ഡയറക്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ അത് സിനിമയുടെ ഒരു ബേസിക് കഥയെങ്കിലും ആയാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു എന്തെങ്കിലും ഒരു മറുപടി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വാഴ കണ്ടപ്പോൾ നമ്മുടെ അത് അത്രത്തോളം കണക്റ്റ് ആവാനും വിജയിക്കാനുള്ള കാരണം ഇത് ഓരോ ആൾക്കാരുടെയും, ഇപ്പം ശ്രീനാഥ് പറഞ്ഞ പോലെ ഇത് നമ്മളുടെ കഥയാണല്ലോ എന്നുള്ള ഒരു തോട്ടാണ് ആ സിനിമ ഇത്രത്തോളം വിജയിപ്പിച്ച ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ശ്രീനാഥിന് ആ സിനിമ കണ്ടപ്പോൾ ശ്രീനാഥിൻ്റെ ലൈഫ് എക്സ്പീരിയൻസും അതുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നിയായിരുന്നോ? അല്ല, ഇതിനകത്തിപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയ്ക്കകത്തുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ അനിയൻ ചേട്ടൻ, അപ്പോൾ എനിക്ക് അനിയനാണുള്ളത്, അപ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഉറപ്പായിട്ടും. ഒക്കെ അനിയനുമായിട്ടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അത് ബെറ്റർ ആക്കണം അല്ലെങ്കിൽ എന്നുള്ളൊരു ഫീലുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ അനിയൻ സിനിമ കണ്ട ശേഷമൊക്കെ എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമയെക്കുറിച്ച്. അപ്പം അതൊക്കെ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സിനിമയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഭയങ്കര റിയലൈസേഷൻ നല്ലതായിട്ട് തോന്നി. കാര്യം ഓക്കെ അത് കണ്ടിട്ട് എൻ്റെ അനിയൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പൊതുവെ എപ്പോഴും വരുന്ന ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വരാറുള്ളൂ. അപ്പോൾ അതുപോലെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ. അപ്പോൾ എനിക്കത് പറഞ്ഞ പോലെ അത് നമുക്ക് റിലേറ്റബിൾ ആണ്. ഓക്കെ നമ്മൾ ലൈഫിൽ ആ സിനിമ കാരണം അനിയൻ്റെ ഒരു സ്നേഹം കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ മറ്റേതൊക്കെ നമ്മളുടെ പാസ്റ്റിലൊക്കെ ഉണ്ടാവും, ഈ സ്കൂളിൽ കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൂളിലുണ്ടാക്കി നടക്കുന്ന ഫൈറ്റുകൾ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പുറകെ പോയി 2 പേനയുണ്ടോ 2 പെൻസിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട് 2 പേനയുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ ചോദിച്ചിട്ടുണ്ട് സ്കൂളിൽ വെച്ചിട്ട് 2 പേനയുണ്ടോ. അപ്പോൾ അങ്ങനെ ഇത് എല്ലാവർക്കും ഇത് എവിടെയെങ്കിലും ഇത് അതിനകത്ത് എനിക്കൊന്നും കുട്ടിക്കാലം തൊട്ടുള്ളതുകൊണ്ട് ഒരു രസമുണ്ട്. കാര്യം കുട്ടിക്കാലത്ത് നമ്മളിതുപോലെ എന്തെങ്കിലും കളിക്കാൻ അമ്മ വിളിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്കാലം തൊട്ട് ഈ പറഞ്ഞ പോലെ ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സിനിമ കണ്ടിട്ടാണ് അനിയൻ വീട്ടിൽ വന്നതല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അനിയൻ വീട്ടിൽ വന്നു വെച്ചാൽ വരാതിരുന്നതല്ല, ഒക്കേഷണലി വരുന്ന ആള് സിനിമ കണ്ടിട്ട് നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിലോട്ട് വരികയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ കാണുമ്പോൾ അറിയാമല്ലോ ഒരു സ്നേഹം. അപ്പോൾ അത് എനിക്ക് ഭയങ്കര അതിശയം. കാര്യം ഒരു സിനിമയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനെ സിനിമ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുമെങ്കിലും പക്ഷേ ഇങ്ങനെയൊക്കെ ഈ മൊമെൻറ്റ്സ് ഒക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഈ സിനിമ പത്മാന്ന് തിയേറ്ററിൽ നിന്ന് ഒരു ദിവസം കണ്ട് ഇറങ്ങിയപ്പോൾ പുറത്ത് ഒരു ചേച്ചി ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയുടെ തോൾ കമ്മന്ന് നിർന്ന് കരയുവാണ്. അപ്പോൾ ഞാനുണ്ട്, വിപിനുണ്ട്, അൽഫോൺസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് സിനിമ കണ്ട് ഇമോഷൻ ഏതാണ്, ഒരു ചേട്ടനുണ്ട്, അപ്പം ചേട്ടനുമായിട്ടുള്ള ഇച്ചിരി ഡിസ്റ്റൻസിലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമമായി, അങ്ങനെ കരയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടനെ വിളിക്കുക, ഫോൺ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് എക്സ്പീരിയൻസസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയ്ക്ക് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആരോട് ചോദിച്ചാലും
ഒരു ഒരു അവർക്ക് അവരുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് എന്നോട് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഒരു ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന രാഹുൽ എന്ന ഫ്രണ്ട് ഉണ്ട്. അപ്പം പുള്ളി വാഴ ഫസ്റ്റ് കണ്ടിട്ട് എന്നെ എടുത്ത് വിളിച്ച് പറഞ്ഞാണ്, നിൻ്റെ ഫ്രണ്ട് വിപിനോടൊന്ന് പറയണം, ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അച്ഛനെ കുറിച്ചുള്ള പുള്ളിയുടെ അച്ഛൻ ഏറ്റവും സ്നേഹബന്ധം എല്ലാം ഓക്കെ, പക്ഷേ അച്ഛൻ എപ്പോഴും വഴക്കൊക്കെ പറയും ഭയങ്കരമായിട്ട്. പുള്ളിക്ക് അച്ഛനോടുള്ള സ്നേഹം കുറച്ച് കൂടി. അപ്പോൾ അച്ഛനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നി പുള്ളിക്കാരനെ വീണ്ടും. അത് പുള്ളി ഇപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ പുള്ളിക്കാരന് അനിയനുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് അനിയനോടുള്ള സ്നേഹം പുള്ളിക്ക്, അതെല്ലാം പുള്ളിയെ ടച്ച് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ചേട്ടനോ അനിയനോ അച്ഛനോ അമ്മയോ ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും അത് ടച്ചാവും, ഡെഫിനറ്റ്ലി ടച്ചാവും. അതാണ് ആ സിനിമ ഇത്രയും വിജയമായിട്ട് പോകുന്നതിൻ്റെ റീസൺ എന്ന് തോന്നുന്നു. ഏതായാലും വാഴ 3ക്ക് വേണ്ടി നമ്മളെല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ഞാനും വെയിറ്റിങ്ങിലാണ്. വാഴ 3 ദൈവസാന്നിധ്യം ഉണ്ടോ എന്ന് അറിയില്ല, എനിക്കറിയില്ല. ഇനിയിപ്പം സ്ക്രിപ്റ്റ് എഴുത്തൊക്കെ നടക്കട്ടെ. ഏതായാലും ഗംഭീരമായിട്ടുള്ള ഒരു പ്രസൻസ് ആയിരുന്നു, സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു, പെർഫോമൻസ് ആയിരുന്നു. കൺഗ്രാറ്റ്സ്, സിനിമ വലിയൊരു വിജയത്തിലെത്തിയല്ലോ. അപ്പം താങ്ക് യു ശ്രീനാഥ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.